ചേട്ടൻ കൊടുത്തതാ ചേട്ടൻ എടുത്തതാ? എന്നെ പിടിക്കാൻ ചേട്ടൻ കൊണ്ടുപോകും. ചായ വേണോ? വേണ്ടല്ലോ. ഹലോ, നമസ്കാരം. സൺഡേ ട്രാവലേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിരിക്കുന്നത് തെന്മലയിലാണ്. എൻ്റെ പിറകെ കണ്ടോ. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വട വാങ്ങിയായിരുന്നു. എന്നോട് ചോദിക്കാതെ തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കണം. അപ്രതീക്ഷിതമായൊരു ഷോട്ടാണ്. അപ്പോൾ നമ്മൾ തെങ്കാശിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ തെന്മല നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ച് കളയാൻ തോന്നി. അപ്പോൾ ഇവിടെ അടുത്ത് വേറൊരു തെന്മലയിൽ ഈ ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം തുറന്നു വിടുന്നൊരു പ്രദേശമുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെയും കൂടെ പോകണം. അത് കണ്ടിട്ട് നമ്മൾ നേരെ തെങ്കാശിക്കാണ്. തിരുമലക്കോവിലാണ് ലക്ഷ്യം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, 1 ഡേ ട്രിപ്പ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വീഡിയോ മൊത്തം കാണാം. അപ്പോൾ നമ്മളെ എല്ലാ ഇന്നത്തെ വിശേഷം മൊത്തം നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഏവർക്കും സ്വാഗതം. ഇതാണ് നമ്മൾ പറഞ്ഞ കല്ലട പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കനാൽ തുറന്നുന്ന ഏരിയ. നമുക്ക് ആ കാഴ്ച കണ്ടാലോ. അടിപൊളി. ഇതാണ് ആ സംഭവം. ആയിരത്തി 1986 തെന്മല ഡാം കമ്മീഷൻ ചെയ്ത സമയത്ത് അതിനോടൊപ്പം ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലേസാണ് കേട്ടോ. ഈ ലൂക്ക് ഔട്ട് എന്നാണ് ഇതിന് പറയുന്ന സ്ഥലത്തിൻ്റെ പറയുന്ന പേര്. ഇതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം ഇവിടെ കൊണ്ട് കെട്ടി നിർത്തിയിട്ട് ഇവിടെ നിന്ന് 3 ജില്ലകൾക്കായിട്ട് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ ഈ വെള്ളം ആവശ്യമുണ്ടല്ലോ, ആ വെള്ളത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ലൂക്ക് ഔട്ട് എന്ന സ്ഥലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മനോഹാരിത കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഈ വാച്ച് ടവറിൽ നിന്നാണ് നമ്മളിത് കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഇറങ്ങി കാണാനുള്ള സൗകര്യമുണ്ട്. പലരും ഇതിലേക്കൂടെയൊക്കെ ഇറങ്ങി നടന്ന് പോയി കാണുന്ന സ്ഥലമാണിത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് സഞ്ചാരികളുണ്ട്. മഴ കുറച്ച് പെയ്തത് കൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഇത് നിൽക്കുന്നത്. ഇല്ലെങ്കിലും ഈ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഈ ഒഴുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വേനൽക്കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ്. നിങ്ങൾക്കും കാഴ്ചയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തെങ്കാശിക്ക് തന്നെ പോവാം. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്നത് 13 കണ്ണറ പാലമാണ്. നമ്മളെ തെന്മലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് കണക്ട് ചെയ്യുന്ന റെയിൽ പാതയുടെ ഒരു ഭാഗമാണ് കേട്ടോ 13 കണ്ണറ പാലം. ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അത് കാണാൻ തന്നെ ഒരുപാട് സഞ്ചാരികൾ പലയിടത്തും വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് ആ റെയിൽ പാതയിലൊക്കെ മുകളിലൊക്കെ കയറി കാണുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് വീഡിയോയിൽ ഒരാളിവിടെ ഉണ്ട്. നിങ്ങൾക്ക് സുപരിചിതമായ ഒരാളാണ്. UK വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അരുൺ ശേഖർ വീണ്ടും എത്തിയിരിക്കുകയാണ്. അരുൺ ശേഖറിൻ്റെ വൈഫും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയതിൻ്റെ പ്രകാരമാണ് നമ്മളൊരു യാത്ര പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ബാക്കി രണ്ടുപേരും ഇല്ല. എൻ്റെ വൈഫും ഇല്ല, അവൻ്റെ വൈഫും ഇല്ല. അടുത്ത ട്രിപ്പിൽ ജോയിൻ ചെയ്യും. അവര് വരാത്തതിന് റീസൺ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം.
വീഡിയോയിൽ കാണാം. നമ്മളങ്ങനെ കേരള ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ലോട്ടറി കടകളാണ് കേട്ടോ. ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ലോട്ടറി കട, രണ്ട് സൈഡിലും ലോട്ടറി കടയുണ്ട്. അത്രമാത്രം ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഗൈസ്, നമുക്കൊരു വ്യൂ പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് വരാം. തമിഴ്നാട്ടിലെ ആദ്യത്തെ വ്യൂ പോയിന്റാണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വ്യൂ പോയിന്റ്. തമിഴ്നാടിനെ കുറിച്ചുള്ളൊരു വ്യൂ. ആ മഴ മാറി നല്ല തെളിഞ്ഞ മഴ മാറി കേട്ടോ. നമ്മുടെ കേരളത്തിലുള്ള മഴയുടെ സാഹചര്യമേ മാറി. ഇപ്പോൾ നല്ല വെയിലായി. ആ ഒരു ക്ലൈമറ്റ് തന്നെ മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ് തന്നെയല്ലേ, നീലാകാശവും വെയിലും ഒക്കെ ആയി. ഇത്ര നേരം ഇരുണ്ട് മൂടി കിടന്നതാണ്. നമ്മള് തെങ്കാശിയുടെ ഇതാണ് കാണുന്നില്ലേ? ഇപ്പൊ നമ്മൾ കാണുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ തെങ്കാശിയിലെ കുറേ സ്ഥലങ്ങളാണ് കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാറ്റാടിപ്പാടമൊക്കെ കാണാം. അല്ലേ, ചെറുതായിട്ട് കണ്ടൂടെ? കുറേ കാറ്റാടിപ്പാടങ്ങൾ നിരന്ന് നിൽക്കുന്നതാണ്. അതിൽ കുറേയൊക്കെ കിടക്കുന്നുണ്ട്, കുറേയൊക്കെ കറങ്ങാൻ നിൽപ്പുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. നെൽപ്പാടങ്ങൾ കാണാം. ഉണ്ടോ? നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാറ്റാടിപ്പാടം, കൃഷിയിടം, നെൽവയല്, ദൂരെ കുറച്ച് മലനിരകൾ. തമിഴ്നാടിന്റെ സിഗ്നേച്ചർ അത് നമുക്കിതിൽ കാണാം. നമ്മൾ തമിഴ്നാട് കാഴ്ചകളിലേക്ക് പൂർണ്ണമായും. അതെ, തമിഴ്നാട് ഗ്രാമീണ കാഴ്ചകൾ. കാഴ്ചകളുണ്ട്. ആൽമരം നിൽക്കുന്നുണ്ട് ആ റോഡിൽ. അടിപൊളിയായിട്ട് കറക്റ്റ് പ്രോപ്പർ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് പണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. വയലേലകളും അതുപോലെ തന്നെ മലഞ്ചെരുവും പിന്നെ ഈ പോത്ത് മേയുന്നതൊക്കെ കണ്ടില്ലേ? ഒരു കർഷകൻ ദൂരെയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണണമെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെ കർണാടകയിലേക്കോ വേണം. അങ്ങനെ നമ്മൾ വഴിയരിയിൽ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ച് നേരം നമ്മുടെ നൊസ്റ്റാൾജിയ, നമ്മുടെ ചെറുപ്പകാലത്തുള്ള നൊസ്റ്റാൾജിയ. അവിടെ ഒരു പോത്ത് കുളിക്കുന്നുണ്ട്, അത് കാണാം. അത് കണ്ടാണ് നമ്മൾ നിർത്തിയത്. അവിടെ ഒരു പോത്ത് കുളിക്കുന്നു വെള്ളത്തിൽ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് ദൂരെയായിട്ട് പോത്ത്, പശു. സത്യം പറഞ്ഞാൽ ഈ എന്താ പറയാ, നമ്മുടെ പച്ചപ്പ് ഒക്കെ കാണുന്നോണ്ട് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരണം അല്ലേ? കൃഷി അല്ല, കൃഷിയൊക്കെ കാണുന്നോണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരണം. അല്ലാതെ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. സത്യം, നമ്മള് കുഞ്ഞുനാളിലൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് കണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പൊ ഇല്ല. അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു എന്താ പറയാ, നൊസ്റ്റാൾജിയ അങ്ങനെ ഇറങ്ങി കണ്ടതാണ്. പുതുമയുള്ള കാഴ്ചയല്ല, പക്ഷേ നിങ്ങളുടെ കൂടെ കാണിക്കാന്ന് വെച്ചു. ഈ പോത്ത് വിളിക്കുന്നത് നമ്മളവിടെ പണ്ട് ഏലായിരുന്നപ്പോഴത്തേക്കും ഒരാഗ്രഹം വയലിലിറങ്ങണമെന്ന്. അങ്ങനെ ഇറങ്ങിയതാണ്. അവിടെ ഒരു അമ്മൂമ്മ നിൽപ്പുണ്ട്, സമ്മതിക്കുമെന്ന് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഓട്ടിക്കും. ഗൈസ്, ഇവിടുത്തെ വേറൊരു പ്രത്യേകത അറിയോ? ഇവിടുത്തെ കൃഷിപ്പാടങ്ങളിൽ ഇറങ്ങുമ്പോഴേ ചെരുപ്പ് നമ്മൾ ഇടാൻ പാടില്ല, വേർക്കൂട്ടായിരിക്കണം. അവര് കൃഷി അല്ലെങ്കിൽ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഭയങ്കര പവിത്രമായി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെരുപ്പ് ഇടാൻ പാടില്ല. കേട്ടിട്ട് വരുമ്പോൾ നടക്കുകയാണ്. അതുകൊണ്ട് പറയുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ട. ഇത് വിത്തിട്ടേക്കുന്ന இது 4 ദിവസം കഴിയുമ്പോൾ പൊടിക്കും. ஆமா 4 ദിവസം ரைட்டாയിട്ട് பொடிச்சிருக்கு இருக்கு. அது தாழ ஒரு வேர் போகும், மேல ஒரு கிழித்து வரும். ஓகே. அப்போ கீழே ஒரு வேர் ஒரு இது போகுமோ, மேல ஒன்று வரும். ஒரு நெல்லுல 10-50 மூடு 50 சைடு
சைடு கப்பு ரெடியாகும். அது வந்து ஒரு விதைக்குது. இப்போ கேரளாவில் விதைக்கிற കുട്ടനാട്ടിൽ കൂടെ വിതപ്പുണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങ് ഇറങ്ങിയിരിക്കും. പണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു തിരുവനന്തപുരം. ഇപ്പൊ ഇല്ല. ஆனா இது வந்து செலவு கம்மி. டைரக்ட் நடுவதுனால செலவு கம்மி. இல்லாட்டி இது பண்ணி நடிச்சு உடைக்கிறதுக்கு ചെലവ് കൂടുതൽ. ஒரு ஆளுக்கு 300 ரூபாய் சம்பளம். அதுக்கு மட்டும் 10 ஆளுங்கன்னா என்ன ஆகுது? 3000க்கு மேல ஆகுது. இதுனா ஈஸியா முடிஞ்சுது. கொஞ்சம் கவனிக்கணும். சின்ன பச்சை பிள்ளைய பார்த்தது மாதிரி ஒரு வயசு குஞ்சு குட்டிகளை നോക്കുന്ന പോലെ നോക്കി கொஞ்சம் ஒரு வயசு 6 மாசம் ஆன போல ஒரு 15-20 நாள் கழிச்சுட்டா பிள்ளை வேண்டாம். പിന്നെ அது தன்னே ஓடி விளையாண்டுரும். இவனை வர மாட்டான். அது 3 மாசம் 2 மாசம் 60 ദിവസം 60-70 ദിവസം ആയിരും നെല്ലാവും. പിന്നെ അത് നെല്ലായി ഇപ്പം മില്ലുക്ക് പോയി അരച്ച് അരിശിയായി നമ്മൾ ചാപ്പാട്ട് റൈസാ വരുന്നത്. ഇതെല്ലാം ഓരോ ആൾക്കാരുടെ സ്ഥലമാണ്. ஆமா இது இந்த 1 2 3 இந்த அந்த சின்னது 4 ஒரு ஆளு. 1 ஏக்கர் 30 2 ஏக்கர் 3 ஏக்கர். இது அம்பலத்தில் உள்ள ஸ்தலம். ഇത് திருமலக்கோவில் നമ്മൾ അങ്ങോട്ടാണ് പോണേ. தோப்பு இது எல்லா வயக்காடுமே திருமலை கோயில் உள்ள. அங்க கோயிலுக்கு ஒரு பாட்டு அளக்கம். 1 ஏக்கருக்கு 5 மூடை நெல் கொடுக்கணும். பத்திரம் கிடையாது, பட்டா கிடையாது, நமக்கு சொந்த நிலம் கிடையாது. അതുകൊണ്ട് നമ്മൾ കൃഷി செய்துக்கிட்டு അതിന് ഒരു അങ്ങ് കൊടുക്കും. ஒரு பாசம். இப்ப கூட ரோடு வரப்போகுது. இந்த இடைக்கு 4 வழி சாலை வருது. ഈ സ്ഥലത്ത് പോ റോഡാവും. ரோடு எல்லாம் போய் இந்த ஸ்தலம் போய் വീതി കൂടുവാ. ஆமா வீதி கூடுது. 4 பஸ் வரணும்ல. 4 വരി പാത ரெடி ஆயிட்டு அது வந்தானே தெரியாதா? அது வரைக்கும் நம்ம கிருஷி செஞ்சு சாப்பிட்டு வேண்டியதான். சாமி கொஞ்சம் കൊടുக்க വേണ്ടിയതാണ്. അമ്പലത്തിന്റെ വകയുള്ള സ്ഥലമാണ്. ഇവർക്ക് ഇവിടെ പാട്ടത്തിനായിട്ടുണ്ടെങ്കിൽ ഒരു പൈസയും കൊടുക്കണം. പൈസയ്ക്ക് പകരം ഒരു പാട്ടം നെല്ല്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വർഷാവർഷം നമ്മൾ പോകുന്ന തിരുമലക്കോവിലിന്റെ അവരുടെ സ്ഥലമാണ്. ആ സ്ഥലമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേ അവിടെ കുറ്റി അടിച്ചിട്ടുണ്ട്. ആ കുറ്റി വരെ ഇനിയിപ്പം റോഡ് എടുക്കുമെന്നാണ് പറയുന്നത്. റോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഇങ്ങനെയുള്ള കുറച്ചുകൂടെ പിന്നെ അകത്തോട്ടാവും കാര്യങ്ങളൊക്കെ. എന്നിരുന്നാൽ കൂടി എന്താ നല്ല അടിപൊളി ഒരു കാഴ്ച അല്ലേ? മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. ചേട്ടൻ പണിക്കിറങ്ങി. പൊന്നിയരിയിലുള്ള റൈസ്, സാമ്പാർ, കറികൾ, പിന്നെ ഇപ്പോൾ അച്ചാറും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തെങ്കാശിക്കടുത്തുള്ള ഒരു ഹോട്ടലിലാണ്. സമയം 3 മണി കഴിഞ്ഞ് നമ്മുടെ ഇതൊരു ഊണ് കഴിച്ചില്ല. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് കയറിയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ കണ്ടന്റുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് നെക്സ്റ്റ് ഇനി കണ്ടിന്യൂഷൻ ഉണ്ട്. എന്തായാലും നമ്മൾ പോണ വഴിയുള്ള ബാക്കി കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ടു ദ നെക്സ്റ്റ് ടൈം. ദിസ് ഈസ് ആനന്ദ സൈനിങ് ഫ്രം സൺഡേ ട്രാവൽസ്. ബൈ.